പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാക്കി ഓണം നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നതാണെങ്കിലും 8ാം വാർഡിനെ സംബന്ധിച്ച് അത് ആഘോഷകരമാക്കി ഓണത്തിന്റെ അന്ന് മെമ്പർ നൽകുന്ന അരിവിച്ച് വേണം ഓണം ആഘോഷിക്കാൻ എന്നുള്ള ജയപാലയേട്ടന്റെ നിശ്ചയദാർഢ്യമുള്ള ലക്ഷ്യം അദ്ദേഹം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇത് 15ാമത്തെ വർഷമായിട്ട് നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ ഈ വർഷങ്ങളിലെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ ജനപ്രതിയായിട്ട് 10ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ ഈ 10 വർഷത്തിലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയാം, ഓരോ വർഷവും അതിന്റെ മാറ്ററിച്ചുകൊണ്ട് അതിന്റെ ശൈലി മാറ്റിക്കൊണ്ട് ജയപാലയേട്ടൻ എന്നും ജനഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് ചെല്ലുന്ന ഒരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞു. പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ ഓണാഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് വരണമൽ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ജയപാൽ അധ്യക്ഷനായി. രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് H. സലാം, പട്ടണക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM രാജേന്ദ്രബാബു, PK നസീർ, മുൻ ജനപ്രതിനിധികൾ, ADS അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വളരെ കണ്ണിറഞ്ഞ കാഴ്ചകളുമായി കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളൊരു കാര്യം നമ്മുടെ മക്കൾക്കും പൊതുസമൂഹത്തിനും പറഞ്ഞു കൊടുക്കണം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് പോയപ്പോൾ 2-3 സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ പോയത് വൃദ്ധസദനത്തിലും അനാഥാലയത്തിലുമാണ്. ഒരമ്മ ഇരിക്കുന്ന കണ്ടപ്പോൾ നല്ല മുഖശ്രീയുള്ള അമ്മ. ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു. അപ്പം അമ്മ എങ്ങനെ ഇവിടെ വന്നു? മക്കളെ, എനിക്ക് 4 ആൺമക്കളാണ് ഉള്ളത്. എല്ലാവരും നല്ല ജോലിയൊക്കെ ഉണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. ഗുരുവായൂരപ്പനെ കാണാൻ പോണ എനിക്കിഷ്ടമായിരുന്നു. അത് തിരിച്ചറിഞ്ഞ അവർ ഒരു ദിവസം അമ്മേ നമുക്ക് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ മരുമകളുടെ നിർദ്ദേശപ്രകാരം ഇവർ രാവിലെ നിർമ്മാല്യം തൊഴാനായിട്ട് അമ്മയെ കാറിൽ കയറ്റി ഗുരുവായൂർ കൊണ്ടുപോയി. അമ്മ അവിടെ നിർമ്മാല്യം തൊഴുന്ന 3 മണി വെളുപ്പിന് ഭഗവാന്റെ മുന്നിൽ നിന്ന് നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചത് എൻ്റെ മക്കൾക്കൊരാപത്തും വരുത്തരുതെന്നാണ്.